10ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര വിഷയത്തിൽ നിന്നുമുള്ള ന്യൂറോണിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എൻ്റെ ക്ലാസ്. അതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബ്രെയിനിനെ കുറിച്ച് പഠിക്കാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മളിന്ന് പഠിക്കുവാനായി പോകുന്നത് ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനുമാണ്. ബ്രെയിനിൻ്റെ ഏറ്റവും ഉപരിതലത്തിലായി കാണപ്പെടുന്ന പാളിയെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ് എന്ന്. ഈ മെനിഞ്ചസ് പാളി 3 ലെയറുകളായാണ് കാണപ്പെടുന്നത്. ഇതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF. The important functions of the meninges are: give protection as a covering, provide nutrients and oxygen to the brain tissues. Cerebrospinal fluid, which is formed from the blood, is reabsorbed into the blood. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതൊരു വാട്ടർ കുഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 3 ലെയറുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇതിനിടയിലാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ഇത് തലച്ചോറിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും പ്രദാനം ചെയ്യുന്നു. രക്തത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഈ CSF രക്തത്തിലേക്ക് തന്നെയാണ് പുനരാഗീരണം ചെയ്യപ്പെടുന്നത്. അടുത്തതായി സെറിബ്രം, ദ മേജർ ആൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. The grey matter outside and white matter inside. It has holes and grooves in order to accommodate number of neurons in these portions. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്നറിയപ്പെടുന്ന ഭാഗം. ഐച്ഛിക പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഐച്ഛിക പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന പ്രവർത്തികളെയാണ് ഐച്ഛിക പ്രവർത്തികളെന്ന് പറയുന്നത്. മൈലിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെറിബ്രത്തിൻ്റെ പുറം ഭാഗം ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. ആയതിനാൽ ഈ ഭാഗത്തിനെ ഗ്രേ മാറ്റർ എന്ന് നമുക്ക് വിളിക്കാം. പുറം ഭാഗം ന്യൂറോണുകൾ ധാരാളമായി തിങ്ങി ഞെരുങ്ങി കാണപ്പെടുന്ന പ്രദേശമാണ്. ഗ്രേ മാറ്ററിൽ ധാരാളം ചുളിവുകളും മടക്കുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളുവാൻ ഇത് സഹായിക്കുന്നു. സെറിബ്രത്തിൻ്റെ ഉൾഭാഗം വൈറ്റ് മാറ്ററാണ്. കാരണം ഈ ഭാഗത്ത് മൈലിൻ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന നാഡീതന്തുക്കളാണ് കാണപ്പെടുന്നത്. ഈ പ്രദേശത്തും ധാരാളം ന്യൂറോണുകൾ കാണപ്പെടുന്നുണ്ട്. ഫങ്ഷൻസ്: ദ സെൻറ്റർ ഓഫ് മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് സോ ഓൺ. അതായത് ഓർമ്മയുടെയും ബുദ്ധിശക്തിയുടെയും സർഗാത്മകതയുടെയും കേന്ദ്രഭാഗമാണ് സെറിബ്രം. Another function is cerebrum give sensations. പ്രതികരണങ്ങൾ ഉളവാക്കുവാനായി സഹായിക്കുന്ന ബ്രെയിനിൻ്റെ സവിശേഷ ഭാഗമാണ് സെറിബ്രം. കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഐച്ഛിക പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ പ്രധാന ഭാഗവും ഇതുതന്നെയാണ്. സംസാര ഭാഷയ്ക്കുള്ള പ്രത്യേക കേന്ദ്രമായ ബ്രോക്കസ് ഏരിയ സെറിബ്രത്തിൽ ഉണ്ട്. ബ്രെയിനിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബെല്ലം എന്നറിയപ്പെടുന്ന ഭാഗം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിപ്പമേറിയ 2ാമത്തെ ഭാഗമാണ് സെറിബെല്ലം എന്നറിയപ്പെടുന്ന ഭാഗം. ഇവിടെയും ധാരാളം ഗ്രൂസുകളും ഫോൾഡുകളും കാണപ്പെടുന്നുണ്ട്. ദെയർ ആർ ഫോൾഡ്സ് ആൻഡ് ഗ്രൂസ്. ഫങ്ഷൻ ഓഫ് സെറിബെല്ലം: ഇറ്റ് മെയിൻറ്റെയിൻ the equilibrium of the body by coordinating muscular activities. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തുവാനായി സഹായിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം.
പേശികളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. മദ്യം സെറിബെല്ലത്തിനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ്, മെഡുല ഒബ്ലോങ്കേറ്റ കണക്ട്സ് ദ ബ്രെയിൻ ടു ദ സ്പൈനൽ കോഡ്. ബ്രെയിനിനെ സ്പൈനൽ കോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് മെഡുല. ഇവിടെ വൈറ്റ് മാറ്റർ പുറത്തായാണ് കാണപ്പെടുന്നത്, ഗ്രേ മാറ്റർ അകത്തായാണ് കാണപ്പെടുന്നത്. വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇൻസൈഡ്. അനൈച്ഛികമായ ഇൻവോളണ്ടറി ആയി നടക്കുന്ന ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടിയാണ് മെഡുല. മെഡുല കഴിഞ്ഞ് നീണ്ടുകിടക്കുന്ന നീളമുള്ള തന്തുവിനെയാണ് സ്പൈനൽ കോഡ് എന്ന് വിളിക്കുന്നത്. 45 സെൻറ്റിമീറ്ററോളം നീളമുള്ള നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന നീളമുള്ള തന്തുവാണ് സ്പൈനൽ കോഡ്. ഹൃദയമിടിപ്പ്, ശ്വസനം, തുമ്മൽ, ചുമ മുതലായ അനൈച്ഛിക പ്രവൃത്തികളെയാണ് മെഡുല നിയന്ത്രിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് റെഗുലേറ്റ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് സച്ച് ആസ് breathing, heartbeat, etc. Next, thalamus. Located at the interior of the brain. Relay center of the impulses. തലച്ചോറിൻ്റെ അന്തർഭാഗത്തായി കാണപ്പെടുന്ന പ്രദേശമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും തിരികെയുള്ളതുമായ ആവേഗങ്ങളെ പുനർപ്രസരിപ്പിക്കുന്ന കേന്ദ്രഭാഗം കൂടിയാണ് തലാമസ്. തലാമസിൽ എത്തിച്ചേരുന്ന ആവേഗങ്ങളെ വിശകലനം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവയെ പുനർപ്രസരണം നടത്തുന്നത്. Then hypothalamus. It is the base of the thalamus. Its function maintain the homeostasis. വിശപ്പും ദാഹവും ലൈംഗിക താൽപ്പര്യവും ഉളവാക്കുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഇടമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ബ്രെയിനിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ജലത്തിൻ്റെ അളവ്, താപനില മുതലായവയാണ് ഇവിടെ ക്രമീകരിക്കപ്പെടുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റയിലും സ്പൈനൽ കോഡിലും വൈറ്റ് മാറ്റർ പുറത്തായാണ് കാണുന്നത്, ഗ്രേ മാറ്റർ അകത്തായുമാണ് കാണപ്പെടുന്നത്. എന്നാൽ സെറിബ്രത്തിൽ ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ മെഡുല ഒബ്ലോങ്കേറ്റ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബിൾ കോളം. ഇറ്റ്സ് കവേർഡ് ബൈ മെനിഞ്ചസ്. സുഷുമ്ന എന്നാൽ 45 സെൻറ്റിമീറ്റർ നീളമുള്ള ചെറുവിരലിൻ്റെ ഘനത്തോടു കൂടിയതും സിലിണ്ടറിൻ്റെ ആകൃതിയോട് കൂടിയതുമായ നീണ്ട ഒരു തന്തുവാണ്. ഇത് മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായാണ് കാണപ്പെടുന്നത്. നട്ടെല്ലിനാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഇത്. സുഷുമ്നയെ ആവരണം ചെയ്താണ് മെനിഞ്ചസ് എന്ന സംരക്ഷണ കവചം കാണപ്പെടുന്നുണ്ട്. തലച്ചോറിന് എന്നതുപോലെ തന്നെ സുഷുമ്നയിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ദ സെൻട്രൽ കനാൽ സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ് ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സ്പൈനൽ നെർവ് ഈസ് കണക്റ്റഡ് ഇൻ ദ സ്പൈനൽ കോഡ് ബൈ ദ ഡോർസൽ ആൻഡ് വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിൻ്റെയും വെൻട്രൽ റൂട്ടിൻ്റെയും സഹായത്താലാണ് സ്പൈനൽ കോഡിനെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. സെൻസറി ആയിട്ടുള്ള ഇമ്പൾസുകൾ എത്തിച്ചേരുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. മോട്ടർ ഇമ്പൾസുകളെ തിരികെ കടത്തിവിടുന്ന ഭാഗമാണ് വെൻട്രൽ റൂട്ട്. ഇമ്പൾസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ്. പലപ്പോഴും ആകസ്മികമായി ഉണ്ടാകുന്ന പല തീരുമാനങ്ങളും ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന നേരിട്ട് പ്രതികരണങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ലെറ്റ് us conclude the class. The brain is the most complex organ in the human body. It is the center of all the peculiar
characteristics which is make man unique. The brain is protected inside the hard case called a skull. The brain consists of cerebrum, thalamus, hypothalamus, cerebellum, spinal cord, medulla, pituitary gland. Thank you.